നമസ്കാരം. ഇന്ന് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, ഒരു എക്സാമിന് നന്നായിട്ട് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, കോൺസെൻട്രേറ്റഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സ്വിച്ച് ബോർഡ് പറയാമോ എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. പക്ഷേ ഈ സ്വിച്ച് ബോർഡ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് ആർക്ക് എത്ര ക്ലാസ്സിൽ പഠിക്കുവാണെങ്കിലും അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് ബോർഡാണ്. അത് ഏത് കാര്യത്തിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടണില്ല വെച്ചാൽ, ജോലി ചെയ്യുമ്പോഴാണെങ്കിലും പഠിക്കുമ്പോഴാണെങ്കിലും ഒരു കാര്യത്തിനും ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് ബോർഡാണെന്ന് പറഞ്ഞു തരുന്നത്. സ്വിച്ച് ബോർഡ് എങ്ങനെ ചൊല്ലണമെന്ന് അറിയാമല്ലോ. എല്ലാ ദിവസവും മിനിമം 108 ടൈം ഇത് ചൊല്ലിയിരിക്കണം. അതല്ല കൗണ്ട് നോക്കുന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഈ സ്വിച്ച് ബോർഡ് പറഞ്ഞിരിക്കണം പോസിറ്റീവായിട്ട്. പിന്നെ ചൊല്ലാൻ പറ്റാത്തവർ ഒരു പേപ്പറിൽ ഇത് എഴുതിയിടുക. പിന്നെ പഠനവുമായി ബന്ധപ്പെട്ടും കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വിച്ച് ബോർഡ്സ് എല്ലാം ഒരു നല്ല പേപ്പറിൽ അത് എഴുതിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. മതിലിലോ സ്റ്റഡി ടേബിളിലോ അങ്ങനെയൊക്കെ. അത് എല്ലാ ദിവസവും ഇങ്ങനെ കാണുക. ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ബ്രെയിനിലേക്ക് സേവ് ആകും എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ആ സ്വിച്ച് ബോർഡ് പറഞ്ഞുതരാം. അത് ഇങ്ങനെയാണ് വരുന്നത്: അറ്റൻഷൻ, ഡീപ്പ്, വിസ്ഡം, സീൽ, നെക്സ്റ്റ്, കണ്ടിന്യൂ. നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുമ്പോൾ ആ മോളിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ എഴുതുക. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പറയേണ്ടത് ഇങ്ങനെയാണ്: അറ്റൻഷൻ, ഡീപ്പ്, വിസ്ഡം, സീൽ, നെക്സ്റ്റ്, കണ്ടിന്യൂ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒരു ഷോർട്സും കൂടി വരും. അതെന്തിനാന്ന് വെച്ചാൽ ഏതൊരു എക്സാമിനും ഗുഡ് റിസൾട്ട്സ് കിട്ടാനുള്ളൊരു ഷോർട്സാണ്. അപ്പോൾ ആ വീഡിയോയും കൂടി കാണുക, അതും കൂടി നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ. സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.